ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 28 മുതലൊന്ന് വായിക്കാം. അതിന് മുമ്പ് 3:28 മുമ്പ് ജസ്റ്റ് അവരെ തീയിലൊക്കെ ഇടുകയും ഒരു ദൂതൻ 4 കെട്ടഴിഞ്ഞ് അവരെ കൂടെ നടക്കുന്ന ആ രംഗം വായിക്കും. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും പാൻചട്ടയ്ക്ക് കേടുവച്ചാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ, തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാത്തവണ്ണം രാജകൽപ്പന കൂടെ മറുത്തു തങ്ങളെ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ ദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായതുകൊണ്ട് ഹല്ലേലൂയ. ഭയങ്കരമായൊരു സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ജാതീയ രാജാവ് പറയുന്ന വാക്കുകളാണത്. അവനെ കൊണ്ട് പറയിപ്പിച്ചതാണ് ദൈവം. അതായത് ദൈവത്തിനെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനം, ആ ജനത്തിനോട് ഈ നെബൂഖദ്നേസർ രാജാവ് പറയുകയാണ്, നീ എന്നെ ആരാധിക്കണം, എൻ്റെ വിഗ്രഹത്തെ നീ നമസ്കരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പുറകിൽ ഈ ജനം ദൈവമായിട്ട് സത്യസന്ധമായി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ അടിമ നുഖത്തിനകത്ത് ബാബിലോണിയ സംസ്കാരത്തിൻ്റെ അടിമതയിലായി കിടക്കുമ്പോൾ ഒരു 3-4 പേര് മാത്രം, 3-4 പുരുഷന്മാർ മാത്രം സത്യമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടെന്ന് കണ്ടപ്പോൾ ഹല്ലേലൂയ, അവരിൽ 3 പേരെ പിടിച്ച് തീക്കകത്തേക്ക് വലിച്ചെറിയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവരോട് വലിയ ശത്രുതയുള്ള ഒരു കൂട്ടം പേര് അവിടെ ഉണ്ട്. ഇവർ ഈ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഈ ജനമായതുകൊണ്ട് ഇവരോട് അസൂയയും പിന്നെ ഇവർ അഹങ്കാരികളാണ്, ഇവർ നിഗളികളാണ്, ഇവർ രാജകൽപ്പന മറക്കുന്നവരാണ്, ഇവരെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സാധാരണ ഈ അസൂയ ഉണ്ടാകുന്നത് ഒന്നേ അവർ വലിയ 2 നില കെട്ടിടം പണിയുന്നവരോ അല്ലേ, നല്ല BMW കാറും അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വസതികളും വലിയ ഇതൊക്കെ ഉള്ളവരോടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അസൂയൊക്കെ തോന്നും. പക്ഷെ ഇവിടെ അസൂയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ സത്യദൈവത്തെ ആരാധിക്കുന്ന ഈ ജനത്തിനോട്, പാവപ്പെട്ട അതും അടിമയായി വന്ന് കിടക്കുന്ന ഇവരോട് അസൂയ തോന്നേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ഈ ലോകം. ചില സമയങ്ങളിൽ നമുക്കൊന്നും ഇല്ലെങ്കിലും, നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ചിലർക്ക് നമ്മളോട് അസൂയ തോന്നാം. ഹല്ലേലൂയ. നീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവനാണെങ്കിലും, നിനക്ക് വീടില്ലെങ്കിലും കാറില്ലെങ്കിലും, നീ കടക്കാരനാണെങ്കിലും, നീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ കൂടി നിന്നോട് അസൂയ മറ്റുള്ളവർക്ക് തോന്നാം. ആ അസൂയ അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിക്ക് നീ ആരാണെന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടും അത് വരുന്നതാണ്. നീ ഭാവിയിൽ ആരായി മാറും, നീ ഭാവിയിൽ എന്തായി മാറും. അതായത് ഇപ്പോൾ നിങ്ങളൊന്നുമല്ല, വെറും 0 ആയിരിക്കും, വെറും 0 ആയിരിക്കും. വെറും 0 ആയാൽ പോലും നിങ്ങളോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്നുവെങ്കിൽ ഓർത്തോ, നീ ഒരു സാധാരണ വിളിയുള്ളവനല്ല. ഹല്ലേലൂയ. കാരണം നാളെ നീ ആരായി മാറുമെന്ന് അറിയാവുന്ന ഒരുവനുണ്ട്, ദൈവം. 2, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൂതുകളും നീ മാത്രമല്ല കേട്ടിരിക്കുന്നത്, നീ അല്ലാതെ മറ്റൊരു വ്യക്തി ഇവിടെ കേട്ടിട്ടുണ്ട്. അത് സാത്താനാണ്, പിശാചാണ്. പിശാചിന് നന്നായിട്ട് അറിയാം നീ ആരായി മാറും. അതുകൊണ്ടാണ് മോശയുടെ കാലഘട്ടം വന്നപ്പോൾ, മോശ ജനിച്ച അതേ സീസണിൽ ആയിരക്കണക്കിന് കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ആ ചെറിയ പ്രായത്തിൽ തന്നെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ പിശാച് കൊല്ലുവാനിടയായി.
ഹല്ലേലൂയ. അതുവരെ തലമുറകൾ ആരും കൊല്ലപ്പെടുന്നില്ല. എന്നാൽ ഇവർ രണ്ടുപേരുടെയും കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ നിലവിളി. ലോകത്ത് മുഴുവനും വലിയൊരു നിലവിളി ഉണ്ടായി, കുഞ്ഞുങ്ങളുടെ നിലവിളി. ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പെട്ടുപോകേണ്ടവരാണ് യേശുക്രിസ്തുവും മോശയും. പക്ഷേ വാഗ്ദത്തമുള്ളത് കൊണ്ട് ദൈവം അവരെ വിടുവിച്ചു. പക്ഷെ അവരുടെ സീസണിൽ എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആർക്കും അന്നത്തെ കാലഘട്ടത്തിൽ അറിയത്തില്ല എന്തുകൊണ്ടാണെന്ന്. പക്ഷേ നമുക്ക് ഇന്നറിയാം, വാഗ്ദത്തമുള്ള തലമുറ ജനിക്കുന്നതിനെ തടസ്സമായി നിൽക്കുന്ന പൈശാചിക മണ്ഡലം, വാഗ്ദത്തമുള്ള വ്യക്തികളെ ഭയപ്പെടുന്ന ഒരു പിശാചുണ്ട്, അവനോട് അസൂയ തോന്നുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിന്നോട് നിന്റെ ഇന്നത്തെ സ്ഥിതിയിൽ നീ തന്നെ നിന്നെ നോക്കി പരിതാപകരമായി ഞാനൊന്നുമില്ല, എനിക്കൊന്നുമില്ല, ഞാൻ ആരുമല്ല എന്ന രീതിയിലായിരിക്കാം ഒരുപക്ഷെ നമ്മളിരിക്കുന്നത്. പക്ഷേ നിന്നെ അറിയുന്ന ഒരു ദൈവവും നിന്റെ ഭാവി അറിയുന്ന ഒരു പൈശാചിക ശക്തിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ആ പൈശാചികനാണ് മറ്റു വ്യക്തികളുടെ ഇടയിൽ നിന്നെ ഒരു അസൂയയ്ക്ക് കാരണമായി മാറുന്നത്. നീ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി നാളെ മാറും. നീ മുഖാന്തരം ദൈവരാജ്യം അനുഗ്രഹിക്കപ്പെടും. നീ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു പാത്രമായി മാറും. നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നിന്റെ ഒരു വാക്കിന് പവർ ഉണ്ടാകും. നീ ഒരു ചരിത്രമായി മാറും എന്നറിയുന്ന പൈശാചിക മണ്ഡലങ്ങൾക്ക് ഇന്ന് ഒന്നുമില്ലാതിരിക്കുന്ന നിനക്ക് വിരോധമായി ചില അസൂയക്കാർ എഴുന്നേക്കാൻ വഴിയുണ്ട്. അങ്ങനെ നിനക്ക് ആരെങ്കിലും അസൂയക്കാരുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇന്ന് നിന്നെ കുറിച്ച് നീ ഒരു സാധാരണ വ്യക്തിയല്ല. നിന്റെ മേലിൽ നിന്നൊരു ഫലം കായ്ക്കുന്ന വ്യക്തിയായി, ഒരു ഫലമുള്ള മരമായി, ഒരു ഫലമുള്ള വൃക്ഷമായി, ഒരു ഫലം കായ്ക്കുന്ന വ്യക്തിയായി നീ മാറും. ഹല്ലേലൂയ. ഒരു കാര്യവുമില്ലാതെ, ഒരു വിഷയവുമില്ലാതെ, ഒരു തെറ്റും ചെയ്യപ്പെടാതെ ഉപദ്രവിക്കപ്പെടുന്ന വ്യക്തിയാണോ നീ? ഹല്ലേലൂയ. നിന്റെ ചരിത്രം 4000 വർഷത്തിന് ശേഷം പ്രസംഗിക്കപ്പെടുകയാണ്. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ റൂമിനകത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ 3 പേരെ കൊണ്ടുവന്ന് എവിടെ ഇടുക? തീക്കകത്ത് ഇടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു തീയുടെ അനുഭവം വലിച്ചെറിയുക. അത് സത്യ നമസ്കാരികളായി അവർ ചെയ്ത തെറ്റ് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു തെറ്റും അവരിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ രാജാവും കൂട്ടാളികളും പറയാണ്, വളരെ കോപിഷ്ഠരായി പല്ലെറിമിക്കൊണ്ടവർ പറയും, യവനെയൊക്കെ പിടിച്ച് തീക്കകത്ത് വലിച്ചെറി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, തീക്കകത്തല്ല, എത്ര വലിയ പ്രതിസന്ധിക്കകത്ത് നീ വലിച്ചെറിയപ്പെട്ടാലും നീ ഒറ്റയ്ക്കല്ല. നീ സേവിക്കുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ട്. നീ സേവിക്കുന്ന ദൈവം, 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 നീ സേവിക്കുന്ന ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കുന്ന ദൈവമല്ല. നീ സേവിക്കുന്ന ദൈവം ഇന്ന് പകൽ നിന്റെ കൂടെ ഉണ്ട് എന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. ആരെങ്കിലും ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആത്മാ പറയുന്നു, ഇന്ന് പകൽക്കാലം നീ സേവിക്കുന്ന ദൈവം, ആ ദൈവം മരിച്ചിട്ടില്ല. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, തീയുടെ അനുഭവങ്ങളിൽ, ഒറ്റപ്പെട്ട മേഖലകളിൽ തകർന്നവനായി നിൽക്കുന്ന നിന്റെ കൂടെ എന്റെ ദൈവം, നീ കാണാതെ അദൃശ്യനായ എന്റെ ദൈവം, നീ സേവിക്കുന്ന ദൈവം നിന്നെ ഒറ്റയ്ക്ക് വിടുന്ന ദൈവമല്ല. അവൻ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. എല്ലാവരും അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് പറഞ്ഞാട്ടെ, നീ സേവിക്കുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ധൈര്യമായിട്ടിരിക്കാൻ പറ. ധൈര്യമായിട്ടിരിക്കുക. ഉറപ്പും ധൈര്യവുമുള്ള വ്യക്തിയായിട്ടിരിക്കുക. നീ സേവിക്കുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ട്. നീ ഒരിക്കലും ചതിക്കപ്പെടുകയില്ല, നീ വഞ്ചിക്കപ്പെടുകയില്ല, നീ തകർക്കപ്പെടുകയില്ല. നിന്നെ ഒന്നും ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. കാരണം നീ സേവിക്കുന്ന ദൈവം, നീ സേവിക്കുന്ന ദൈവം, നീ സേവിക്കുന്ന ദൈവം നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കയില്ല. എത്ര വലിയ തീ കൂടെ നീ കയറിപ്പോയാലും നീ ഒറ്റയ്ക്കല്ല.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തീ 7 മടങ്ങായിട്ട് എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. അപ്പൊ തീക്കകത്ത് വലിച്ചെറിഞ്ഞപ്പോ വലിച്ചെറിഞ്ഞവരെല്ലാം ദഹിച്ചു പോയി. വലിച്ചെറിഞ്ഞവർ എന്ത് ചെയ്തു? ദഹിച്ചു പോയി എന്നാ പറയുന്നത്. കർത്താവ് പറയും, നിനക്ക് വിരോധമായി ആൾക്കാർ എഴുന്നേക്കുന്നതിന് വിരോധമില്ല, പക്ഷേ നീ തീക്കകത്ത് പ്രതിസന്ധി വീഴും. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ നിന്നെ എറിയുന്നവരാരും അവിടെ കാണൂല. അവർ എറിയുന്നത് മാത്രമേ അറിയൂ. പക്ഷെ എറിഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ കിടക്കും. പക്ഷെ നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിന്നെ തീക്കകത്ത് എറിഞ്ഞവരാരെയും, നീ ആ പ്രതിസന്ധിക്കകത്ത് നിന്നും പ്രതികൂലത്തിൽ നിന്നും നീ പുറത്തു വരുമ്പോൾ നിന്നെ അതിനകത്തോട്ട് വലിച്ചെറിഞ്ഞവരാരും അവിടെ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി? നിന്നെ തീക്കകത്ത് വലിച്ചവറഞ്ഞവരെ ഈ 2025 നീ നോക്കും, പരതി നോക്കും. നീ അതിൽ നിന്ന് പുറത്തു വരാൻ പോകും. നീ ആ വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പോകും. നീ ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നു. ആ തീക്കകത്തു നിന്ന് നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ദൈവം നിന്നെ അതിനകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നീ അവിടെ എല്ലാം പരതി നോക്കും. നിന്നെ എറിഞ്ഞവരെവിടെ? നിന്നെ എറിഞ്ഞവരെവിടെ? അവരെ ആരെയും നീ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം എറിഞ്ഞവർ, ഇവരെ പ്രശ്നത്തിലേക്ക് വലിച്ചെറിഞ്ഞവർക്ക് പോലും ആ തീയെ സഹിക്കാൻ പറ്റിയില്ല. അത്ര ഭയങ്കരമായിരുന്ന തീയ. എത്ര വലിയ തീയാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ഈ വാഗ്ദത്വമുള്ള പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ ജീവിതമുള്ളവന്റെ ഒരു പ്രത്യേകത, അവനൊരു തീയാണ്. വേറെ ആരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പ്രസംഗിക്കുന്നവനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പ്രസംഗിക്കുന്നവനെ കുറിച്ചോ പ്രവചിക്കുന്നവനെ കുറിച്ചോ രോഗികളെ സൗഖ്യമാക്കുന്നവനെ കുറിച്ചോ ഭൂതങ്ങളെ പുറത്താക്കുന്നവനെ കുറിച്ചോ പേരുള്ളവനെ കുറിച്ചോ പ്രസിദ്ധിയുള്ളവനെ കുറിച്ചോ ഫ്ലക്സ് ബോർഡിനകത്ത് നിൽക്കുന്നവനെ കുറിച്ചല്ല പറയുന്നത്. പ്രാർത്ഥിക്കുന്നവൻ തീയാണ്. പ്രാർത്ഥനാ ജീവിതമുള്ളവനെ ലോകത്തിലുള്ള എല്ലാത്തിനും പേടിയാണ്. പ്രാർത്ഥിക്കുന്നവനെ ഭയപ്പെടും ലോകം. പ്രാർത്ഥിക്കുന്നവനെ പൈശാചിക ശക്തികൾ ഭയപ്പെടും. പ്രാർത്ഥിക്കുന്നവനെ തീ ഭയപ്പെടും. പ്രാർത്ഥിക്കുന്നവനെ ഏത് വലിയ തീയും പ്രതികൂലവും ഭയപ്പെടും. ഈ അന്ത്യകാലത്ത് പ്രാർത്ഥിക്കുന്നവനെ നിൽക്കൂ. പ്രാർത്ഥിക്കാത്തവർക്ക് ആർക്കും ഇനി അങ്ങോട്ട് നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇവിടെ വരികയോ മെസ്സേജ് കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളൊരു വചനം കേട്ടത് കൊണ്ട് നിങ്ങൾ നിൽക്കത്തില്ല. നിങ്ങളൊരു ബൈബിൾ ക്ലാസ്സിൽ ഇരുന്നത് കൊണ്ട് നിങ്ങൾ നിൽക്കത്തില്ല. നിങ്ങൾ സൺഡേ സ്കൂൾ പഠിച്ചത് കൊണ്ട് നിങ്ങൾ നിൽക്കുകയില്ല. നിങ്ങൾ ഏത് മീറ്റിങ്ങിൽ ചെന്നിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഹല്ലേലൂയ. നിങ്ങളെ ഇരുത്തുന്നത്, നിങ്ങൾ നിൽക്കുന്നത് ദൈവവുമായിട്ടുള്ള പ്രാർത്ഥനയിലാണ്. ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. ഒരു പാസ്റ്റർമാർക്കും നിന്നെ സഹായിക്കാൻ പറ്റുകയില്ല. ഒരു പ്രവാചകന്മാർക്കും നിന്നെ സഹായിക്കാൻ പറ്റുകയില്ല. നീ ഇത്ര മണിക്കൂറുകൾ ബൈബിൾ 3-4 പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർന്നവനാണെന്ന് പറഞ്ഞാലും നീ രക്ഷപ്പെടണമെന്നില്ല. ഇന്ന് നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിനോട് ചേർന്നിരിക്കുന്നവനാകണം. നീ ദൈവത്തെ അറിയുന്നവനാകണം. നിന്നെ ദൈവം എന്തിനു വേണ്ടി വിളിച്ചു എന്ന് നീ അറിയണം. നീ ആരാണെന്ന് നീ അറിയണം. നിന്റെ കൂടെ ഉള്ളവന്റെ വലിപ്പം നീ അറിയണം. നീ വ്യക്തിപരമായി ദൈവവുമായി ബന്ധമുള്ളവനാകണം. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവനാകണം. അങ്ങനെയെങ്കിൽ ഒരു രാജ്യം മുഴുവനും നിനക്കെതിരായാലും, രാജ്യങ്ങളും രാജാക്കന്മാരും നിനക്കെതിരായാലും, ഒരു വലിയ സൈന്യം നിനക്കെതിരായാലും, ഒരു വലിയ തീ പ്രതികൂലമായി നിനക്ക് നേരെ വന്നാലും, നീ ദൈവവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നവനും, നീ ഉപവസിക്കുന്നവനും, നീ പ്രാർത്ഥിക്കുന്നവനും, ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്നവനും, ദൈവവുമായി ബന്ധമുള്ളവനാണെങ്കിൽ ഒരു തീയും, ഈ ലോകത്തിന്റെ ഒരു തീയും നിന്നെ ദഹിപ്പിക്കയില്ല. നീ പറയും, എന്ത് വേണമെങ്കിലും വന്നോട്ടെ, നോ പ്രോബ്ലം, ഞാനും എൻ്റെ ദൈവവും, എനിക്കെൻ്റെ ദൈവമുണ്ട്, എനിക്കെൻ്റെ ദൈവമുണ്ട്. അപ്പം വലിച്ചെറിയടാന്നൊക്കെ പറഞ്ഞ് സാധാരണ രീതിയിൽ രാജാവും സൈന്യവും ഒരു രാജ്യം സ്റ്റേഡിയം നിറഞ്ഞ ആൾക്കാരിയ്ക്കുന്നു. അവിടെ ദൈവത്തെ ആരാധിക്കുന്നവനെ വലിച്ച് തീയിലോട്ട് എറിയുമ്പോൾ കാണാനും കൈയടിക്കാനും കളിയാക്കാനും ചിരിക്കാനും വേണമടാ, വേണം.
അനുഭവിച്ചോ. നിന്റെയൊക്കെ ഒരു അഹങ്കാരം അന്നേ പറഞ്ഞതല്ലേ നിർത്താം. നമുക്കൊരു പാരമ്പര്യമല്ലേ, നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്കൊരു പാരമ്പര്യമില്ലേ എന്നൊക്കെ പറഞ്ഞ് നിന്നെ കളിയാക്കി പുച്ഛിക്കുന്ന പിന്നെ ആൾക്കാരുടെ നടുവില് അവരൊരു കൂസലമില്ലാതെ നിന്നത് ഈ പാരമ്പര്യമുള്ളവനൊന്നും കാണാത്ത ഒരു ദൈവത്തെ അവർ കണ്ടതാ. ഹല്ലേലൂയ. ഈ അധികാരമുള്ളവനും പാരമ്പര്യമുള്ളവനും ഈ വലിയ ജനസമൂഹവും കാണാത്ത ഒരു ദൈവത്തിന്റെ ഗ്ലോറിയെ, മഹിമയെ കണ്ടവരാണവർ. അവരാരും കാണാത്ത മഹത്വം രുചിച്ചറിഞ്ഞവനാ നീ. നിന്റെ പിതാക്കന്മാർ ആർക്കും ലഭിക്കാത്ത ഭാഗ്യം നിനക്ക് ലഭിച്ചിരിക്കുക. ആ മലയിലുമല്ല ഈ മലയിലുമല്ല ആരാധിക്കുന്നത്, ദൈവത്തെ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കുന്നതെന്ന വെളിപ്പാട് പ്രാപിച്ചവരാണ് നീ ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷിയാണ്. നിന്റെ പിതാക്കന്മാർ കാണാത്തത് നിന്നെ ദൈവം കാണിച്ചിരിക്കുക. യെസ്, വലിച്ചെറിയാൻ പറയുന്നവന്റെ കൂട്ടത്തിൽ നിന്റെ ബന്ധുക്കളും നിന്റെ വീട്ടുകാരും കൂട്ടുകാരും ഒരുമിച്ച് നിന്നെ തീക്കകത്ത് വലിച്ചെറിയുമ്പോൾ അവരാരും കാണാത്ത ഒരു ദൈവത്തെ കണ്ട നീ, അവരാരും പ്രാർത്ഥിക്കാത്ത രീതിയിൽ പ്രാർത്ഥിക്കുന്ന നീ, അവരാരും ഇരിക്കാത്ത രീതിയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നീ, വാഗ്ദത്തമുള്ള നീ. ഹല്ലേലൂയ. മരിച്ചാലും ജീവിച്ചാലും ഞാൻ കർത്താവിന്, ഞാൻ മരിക്കുന്നതും ജീവിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടി. ഞാൻ എത്രയും വേഗത്തിൽ മരിച്ച് കർത്താവിനോട് കൂടി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ, അങ്ങനെ ഒരു വെളിപ്പാടുള്ളവനെ ഈ ലോകത്ത് ഒരു മനുഷ്യനും ചലിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വെളിപ്പാടുള്ളവനെ തളർത്താൻ ആർക്കും പറ്റത്തില്ല. ലോകം മുഴുവനും നിനക്കെതിരായി നിന്നാലും വെളിപ്പാടുള്ളവനെ, ദർശനമുള്ളവനെ, ദൈവവിളിയുള്ളവനെ, പ്രാർത്ഥിക്കുന്നവനെ. ഹല്ലേലൂയ. രക്തമറിയ എന്ന് പറയുന്ന രാജ്ഞി പണ്ട് റോമ സാമ്രാജ്യത്തിന്റെ കാലഘട്ടങ്ങളിൽ 60 ലക്ഷത്തോളം വരുന്ന വലിയ കൂട്ടമായിട്ട് കൂട്ടക്കൊല യഹൂദന്മാരെല്ലാം കൊന്നൊടുക്കി ചാരമാക്കി, ക്രിസ്ത്യാനികളെല്ലാം കൂടെ കൊന്നൊടുക്കി ചാരം അരച്ച് പൊടിച്ച് കലക്കി വെള്ളത്തിലെറിഞ്ഞെന്നാണ് പറയുന്നത്. അത്ര ഭീകരമായ ക്രൂരമായ പീഡനങ്ങളാണ് ക്രിസ്ത്യാനികൾ അനുഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. 65 എത്ര ലക്ഷം പേരെ ഹിറ്റ്ലർ തന്നെ കൊന്നു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അരച്ച് പൊടിച്ചിട്ടും സിംഹങ്ങൾക്ക് മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ടും, ഹല്ലേലൂയ, ലക്ഷക്കണക്കിന് പേരെ കൊന്നു കളഞ്ഞിട്ടും ജീവനുള്ള ദൈവം അവരെ മുച്ചൂട് മുടിക്കാൻ അനുവദിച്ചില്ല. വേരറ്റ് പോയ സ്ഥലത്തു നിന്നും ദൈവ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ഇന്ന് ലോകത്തെ കിടുകിടെ വിറപ്പിക്കുന്ന ഒരു രാജ്യമായി ഇസ്രായേലിനെ ദൈവം കൊണ്ട് മാറ്റിയെങ്കിൽ, വേൾഡ് മുഴുവനും ഗ്ലോബലായി ലോകം മുഴുവനും എതിർത്ത്, ഒരു രാജ്യത്തെ എതിർത്ത്, ഒരു ബൈബിളിനെ കത്തിച്ച് ചാമ്പലാക്കാൻ, ഈ ക്രിസ്ത്യാനിത്വത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ഭൂമിയിലുള്ള സകല രാജാക്കന്മാരും മതങ്ങളും ശ്രമിച്ചിട്ടും ഇന്നും വളർന്നു വരുന്നതിന്റെ രഹസ്യം മഹിമ കണ്ട സാക്ഷികൾ, പ്രാർത്ഥിക്കുന്ന ദൈവജനങ്ങൾ, മരണത്തെ ഭയപ്പെടാത്തവർ, മരിച്ചാലും ജീവിച്ചാലും ഈ ജീവനുള്ള ദൈവത്തിനെ ഞങ്ങൾ ആരാധിക്കുമെന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരു കൂട്ടം ജനം. ഇന്ന് പകൽ അങ്ങനെ തീവ്രവാദികൾ നീറിനെ പോലെ നിൽക്കണമെന്ന് പറയാം. നീർ പോലെ നിൽക്കണം. നീ കർത്താവിന് വേണ്ടി നീ നീർ പോലെ നിൽക്കണം. പിടിച്ച പിടിവിടരുത്, കടിച്ച കടി വിടരുത്. ഹല്ലേലൂയ. അതുപോലെ പിടിച്ച് അങ്ങ് നിൽക്കണം, നീറിനെ പോലെ. പിന്നെ ദഹിപ്പിക്കുന്ന തീക്കകത്ത് ക്രിസ്തുവിനെ ആരാധിക്കുന്നതിനെ പ്രതി വലിച്ചെറിഞ്ഞാലും നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. ആ തീക്കകത്ത് നിന്നെ വലിച്ചെറിഞ്ഞവനെ, നിന്നെ പ്രതികൂലത്തിലേക്ക് വലിച്ചെറിഞ്ഞവൻ, നീ സേവിക്കുന്ന ദൈവത്തെ അവൻ സേവിക്കാൻ പോയ. ഹല്ലേലൂയ. അവര് 3 പേരെ വലിച്ചെറിഞ്ഞു. തീ വലിച്ചെറിഞ്ഞവന്മാരെല്ലാം ദഹിച്ചു പോയി. ഹല്ലേലൂയ. തീക്കകത്ത് അവർ നൃത്തം ചെയ്ത ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നു. അവരകത്ത് ചെന്ന് വീണതും തീ അവർക്ക് ഒരു കുളിർ മഴയായി മാറി. തീയുടെ സ്വഭാവത്തെ മാറ്റാൻ ലോകത്ത് ഒരു ശക്തിക്ക് പറ്റോ, ദൈവത്തിന് മാത്രമേ പറ്റൂ. അവരെ മാത്രമല്ല, യോഹന്നാനെ ഇതുപോലെ തീക്കകത്ത് വലിച്ചെറിഞ്ഞപ്പോഴും തീയുടെ സ്വഭാവത്തെ ദൈവം മാറ്റിയിരുന്നു.
ഏത് വലുത് ഈ ലോകത്തിന് മാറ്റാൻ സാധിക്കാത്ത ഏതിനെയും മാറ്റാൻ സാധിക്കുന്ന ഒരുവനെ ഉള്ള ദൈവമാണ്. ഏത് തീ പോലെയുള്ള വിഷയത്തെയും മഴ പോലെ ആക്കുവാൻ, ഏത് തീ കുണ്ടങ്ങളെയും സ്വിമ്മിംഗ് പൂള് പോലെ ആക്കുവാൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. അവര് നോക്കിയപ്പോൾ തീയല്ല, അതൊരു മഴയാണ്. വെളിയിൽ നിൽക്കുന്നവന് തീ, അകത്ത് നിൽക്കുന്നവന് മഴ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നീ ആത്മാവിൽ ആരാധിച്ചും പ്രാർത്ഥിച്ചും തീക്കകത്ത് നിൽക്കുന്ന ആരെങ്കിലും പ്രതികൂലത്തിലാക്കി നോക്ക്. ആ പ്രതികൂലത്തിലോട്ട് വലിച്ചെറിഞ്ഞ് പ്രതികൂലത്തിൽ വീഴുന്നത് വരെ മാത്രമേ അവർക്കൊരു ഭയവും പേടിയൊക്കെ കാണൂ. അതിനകത്ത് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ ദൈവമായിട്ട് അങ്ങ് കണക്റ്റ് ആവും. ദൈവമായിട്ട് കണക്റ്റ് ആയാൽ പിന്നെ ആ പ്രതികൂലം അവനൊരു അത്ഭുതമായി മാറും. പിന്നെ ആ പ്രതികൂലം കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെടും. പിന്നെ ആ പ്രതികൂലം അവനൊരു ശ്രുതിയായി മാറും. പിന്നെ ആ പ്രതികൂലം അവനൊരു ബ്ലെസ്സിംഗ് ആയി മാറും. യുപിക്കകത്ത് ഒരു ദൈവദാസനെയും ജയിലിനകത്ത് പിടിച്ചിട്ടു. പ്രതികൂലം ലോകം മുഴുവനും അത് ചർച്ചയായി, ഇന്ത്യ മുഴുവനും ചർച്ചയായി. സുവിശേഷം പ്രസംഗിച്ചു മതം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാസ്റ്ററിനെയും ഭാര്യയും പിടിച്ച് UP ഗവൺമെന്റ് ഭയങ്കരമായി യാതൊരുവിധ പോലീസും പിന്നെ കോടതിയും എല്ലാം കൂടെ ചേർന്ന് പ്രതികാരം ചെയ്യുന്നത് പോലെ അവരെ എത്രയോ വർഷത്തെ ഇതിന് ജയിലിൽ ആക്കാൻ. പക്ഷേ അവരെ സംബന്ധിച്ച് ജയിലിൽ കിടന്നാൽ ജയിലിലുള്ള സകലരെയും മാനസാന്തരപ്പെടുത്താൻ പോകുക അവര്. ഇവർക്കാര് മണ്ടന്മാരാണ്. ഈ ലോകത്തിലുള്ള മരന്മാരെല്ലാം മണ്ടന്മാരാ. പൗലോസിനെ പിടിച്ച് ജയിലിലാക്കിയപ്പോൾ കാരാഗ്രഹ പ്രമാണിയം കൊണ്ടിറങ്ങിയവനാ പൗലോസ്. പത്രോസിനെ പിടിച്ച് ജയിലിലാക്കിയപ്പോൾ പത്രോസ് ഇറങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചവനെ വരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇറക്കിയവനാ. അതുകൊണ്ട് ഈ പാസ്റ്ററേയും ഭാര്യയും ജയിലിലാക്കിയപ്പോൾ UP ഗവൺമെന്റിന് ഇനി വരാൻ പോകുന്നത് ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകളെല്ലാം മാനസാന്തരപ്പെട്ട് പാസ്റ്ററും ഭാര്യയും കൂടെ അവിടെയുള്ള എല്ലാവരും സ്നാനപ്പെടുത്തും. ഹല്ലേലൂയ. ജയിലിനകത്ത് ഒരു സഭ അവരാരംഭിക്കും. എത്ര വെഡ്ഡികത്തരമാണ് ഇവർ കാണിക്കുന്നത്. ഇവരെ പിടിച്ച് എവിടെ ആക്കിയാലും അവിടെയും കൊണ്ടേ പോകൂ. ഇതൊരു പകർച്ചവ്യാധി പോലെയാണ് ഈ വിശ്വാസം, ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ. ഇത് എവിടെ കൊണ്ടിട്ടാലും അവിടെയും കൊണ്ടേ പോകൂ. അല്ലാതെ ഇവർ വെളിയിൽ തന്നെ കിടക്കണമെന്ന് നിർബന്ധമുള്ളവരല്ല ദൈവത്തിന്റെ മക്കൾ. നീ പിടിച്ച് ജയിലിലിട്ടാൽ ജയിലിനകത്തൊരു സഭ ആരംഭിക്കും. ജയിലിലെ വാർഡന്മാരും ജയിലിലെ DGPയെ കൊണ്ടേ പോകൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇതൊരു വ്യത്യസ്തമായ അഭിഷേകമാണത്. അഭിഷേകമില്ലാത്തവരിത് മനസ്സിലാകത്തില്ല. അപ്പൊ ഇതിനകത്തോട്ട് വലിച്ചെറിഞ്ഞപ്പോ തീക്കകത്ത് അവർ ആരാധന തുടങ്ങി. അവർ 3 പേരും കൂടെ അങ്ങോട്ട് കയറി നിന്ന് ആത്മനിറവിൽ അങ്ങോട്ട് ആരാധന വെളിപ്പെടുകയാണ്. ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിച്ചെറിഞ്ഞ രാജാവ് നോക്കിയപ്പോൾ അവിടെ 3 പേരെയാണല്ലോ നമ്മൾ എറിഞ്ഞത്, പക്ഷേ 4 പേര് കെട്ടഴിഞ്ഞ് ഇറക്കിയ. ഹല്ലേലൂയ. 3 പേരെ എറിഞ്ഞത്, പക്ഷെ 4-മനും കൂടെ അതിനകത്ത് നിന്ന് ആരാധിക്കുക. എറിഞ്ഞവൻ തന്നെ ഫ്രണ്ടിൽ വന്ന് അവരോട് പറയുക, അത്യുന്നതനായ ദൈവത്തിന്റെ, പിന്നെ ഏത് ദൈവത്തിന്റെ പേരിൽ ഉപദ്രവിച്ചോ അതേ ദൈവത്തെ ബഹുമാനത്തോടെ നിന്നെ നോക്കി അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി വാ. ആത്മാ പറയുക, നിന്നെ കളിയാക്കുന്നവനെ കൊണ്ട് തന്നെ നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് പറയിപ്പിക്കുന്ന, ആ ദൈവത്തെ സ്തുതിക്കുന്ന, രാജ്യങ്ങളെ രാജാക്കന്മാരെ മന്ത്രിമാര് വരെ നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ചോദിക്കുന്ന, നീ ഏത് ദൈവത്തിനെ ആരാധിക്കുന്നതോ? നിനക്ക് വിരോധമായി എന്ത് ചെയ്തിട്ടും ഫലിക്കുന്നില്ലല്ലോ. നിന്നെ താഴെ ഇറക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലല്ലോ. നിനക്ക് വിരോധമായി മന്ത്രവാദം ചെയ്തിട്ട് നടക്കുന്നില്ലല്ലോ. നിന്നെ തൊടാൻ എനിക്ക് പറ്റുന്നില്ല. ഓ ജീസസ്. ഉടമാനവ ശന്ധരവ രക്ഷ. ഹല്ലേലൂയ. ഈ ഒരു പാട്ടുണ്ടല്ലോ, വിശ്വാസത്താൽ മുന്നേറല്ലേ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ കാഴ്ചയാലല്ല വിശ്വാസം. പാട്ടിന് അല്ലേ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ, അതല്ല, ആ വിശ്വാസത്താൽ ഞാൻ മുന്നേറും. ആ സുനിൽ പത്തനാപുരം എന്ന് പറയുന്ന ഒരു ദേവദാസൻ എഴുതിയ പാട്ടാണിത്. സുനിൽ പത്തനാപുരം
അദ്ദേഹം ഇത് എഴുതാൻ കാരണം വിശ്വാസത്താൽ എന്നാൽ ഞാൻ മുന്നേറുക ആ പാട്ടാണ്, മനസ്സിലായേ? ആ പാട്ട് എഴുതാൻ കാരണം അദ്ദേഹം ഏതോ ഒരു നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൈയും കാലും കണ്ണും വായു എല്ലാം അടഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും വേദന കൊണ്ട് നിറഞ്ഞു. അദ്ദേഹത്തിന് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ. അങ്ങനെ നാട്ടിൽ വന്ന് അമ്മയും മോനും കൂടെ ഈ വേദന സഹിച്ച് അങ്ങനെ ഒട്ടും വയ്യ, അത്രയ്ക്ക് തകർന്നിരിക്കുക. അദ്ദേഹം ഇങ്ങനെ അവിടെ ഇരുന്ന് അമ്മയോടൊപ്പം ചേർന്ന് ഫാമിലി വൈകുന്നേരം ആയപ്പോൾ നിവൃത്തിയില്ലാതായപ്പോൾ ബൈബിള് തുറന്ന് ഏതോ ഒരു വാക്യം ഇങ്ങനെ വായിച്ചു. 91 സങ്കീർത്തനത്തിൽ 14-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നത്. അത് വായിച്ചുകൊണ്ടിരുന്നതും പെട്ടെന്ന് ഒരു കറണ്ട് അടിക്കുന്നത് പോലെ ഒരു ദൈവശക്തി ഇറങ്ങി. ഉള്ളം കാല് മുതൽ ഉച്ചം തല വരെയും തീ അങ്ങോട്ട് ഇറങ്ങി. ആ അഭിഷേകം വന്ന് ഇയാളുടെ രോഗമൊക്കെ മാറി. ഇയാൾ നേരെ നാട്ടിൽ പോയി, തിരിച്ച് ജോലിക്ക് പോയപ്പോൾ ഒരു അമ്മ വിളിക്കുക, 2 ദിവസം കഴിഞ്ഞ് വിളിക്കുക, മോനെ നിന്റെ അസുഖം എങ്ങനെയാണ് ഉണ്ടായെന്ന് നിനക്കറിയാമോ? ഇല്ല. ഇവിടെ നമ്മുടെ വീട്ടിനടുത്ത് ഒരു ഫാമിലി അവരുടെ മകൻ പട്ടാളത്തിൽ വെച്ച് മരിച്ചു, അത് നീയാണ് അവർക്കെതിരായി മന്ത്രവാദം ചെയ്തെന്ന് പറഞ്ഞ് നിന്നെ കൊല്ലാൻ വേണ്ടി അവരുടെ മരുമകൻ എന്ത് ചെയ്തു? ചെന്ന് വലിയൊരു മന്ത്രവാദിയെ കണ്ട് മന്ത്രവാദം ചെയ്ത് നിന്നെ പെട്ടിയിൽ കൊണ്ടുവരും, നീ മരിച്ച് പെട്ടിയിൽ വരാൻ വേണ്ടി അവർ മന്ത്രവാദം ആഭിചാരം ചെയ്തു. അങ്ങനെയാണ് നിനക്ക് ഈ ബാധ വന്നത്. പക്ഷെ നിന്നെ ദൈവം വിടുവിച്ചു. പക്ഷെ ഇപ്പോൾ മന്ത്രവാദം ചെയ്തവൻ അവൻ ആംബുലൻസിൽ ആ വീട്ടിൽ കയറി, അവൻ മരിച്ചുപോയി. അപ്പോഴവർ നിലവിളിച്ച് മരണ വീട്ടിൽ നിന്ന് പറയുക, അയ്യോ അവന് വേണ്ടി ചെയ്തത് എൻ്റെ മകൻ മരിച്ചുപോയി. അപ്പോൾ പെട്ടെന്ന് അയാളുടെ നാവിൽ വന്ന പാട്ടാണ് ഈ പാട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ലോകം മുഴുവനും അങ്ങ് ഏറ്റുപാടി ആ പാട്ട്. ആരാണ് എഴുതിയെന്ന് ആർക്കും അറിഞ്ഞൂടെ? ഈ ഇടയ്ക്ക് അറിഞ്ഞത് സുനിൽ പത്തനാപുർ, അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷിവാ. ഞാൻ പറയട്ടെ, നിനക്ക് വിരോധമായി നീ പോലും അറിയാതെ ആരൊക്കെയോ മന്ത്രവാദവും ആഭിചാരവും ഒക്കെ ചെയ്യുമ്പോൾ ഇന്ന് നീ 91 സങ്കീർത്തനം ഉള്ളിൽ നിന്നും നിന്റെ അകത്ത് നിന്നും നീ പറയാൻ പറഞ്ഞത്, അങ്ങനെ ഒരു വചനം നീ ഉറക്കെ ഒന്ന് വായിച്ചാൽ മതി. എത്ര വലിയ മന്ത്രവാദവും എത്ര വലിയ ആഭിചാരവും എത്ര വലിയ ഭയങ്കരമായ എതിർ പ്രാർത്ഥനയാണെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് ചണനൂല് പോലെ അത് കത്തിപ്പോവും. ഒരു വചനം വായിച്ചപ്പോൾ 10,000-ങ്ങളും ലക്ഷങ്ങളും കൊടുത്ത് ചെയ്ത മന്ത്രവാദത്തിന്റെ ശക്തി കറണ്ട് അടിക്കുന്നത് പോലെ ദൈവശക്തി ഇറങ്ങി തീ പോലെ കത്തിപ്പോയെങ്കിൽ നമ്മുടെ ദൈവം എത്ര വലിയവനാണ്! നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ എത്ര വലുതാണ്! നീ വായിക്കുന്ന വചനത്തിന്റെ ശക്തി ഭയങ്കരമാണ്. ഓ ജീസസ്! ഓ സാധാരണ വ്യക്തിയല്ല നീ സാധാരണ വ്യക്തിയല്ല, നീ സാധാരണ വ്യക്തിയല്ല. നീ സേവിക്കുന്ന ദൈവം സാധാരണ ദൈവമല്ല. എത്ര വലിയ ആഭിചാരവും എത്ര വലിയ മന്ത്രവാദവും ഇന്ന് പകൽ തീ ഇറങ്ങട്ടെ, കത്തട്ടെ. ആരാധിച്ചോ? കയ്യടിക്ക്. നിന്റെ മേലുള്ള കെട്ടുപൊട്ടാൻ കൈയടിച്ച് സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ആരാധിക്കുമ്പോൾ ഏത് ആഭിചാരം, മന്ത്രവാദങ്ങൾ, നേർച്ചകൾ, കാഴ്ചകൾ ഇന്ന് പകൽ ഓ ജീസസ്! ഫയർ 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 ഫയർ! തീ ഇറങ്ങുന്നു, തീ കാണുന്നു ഞാൻ വിശ്വാസത്താൽ. യെസ്, കാണുന്നു ഞാൻ വിശ്വാസത്താൽ. ആ പാട്ട് പാടുമ്പോൾ തന്നെ ദൈവത്തിന്റെ തീ ഇറങ്ങിയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ തീ എല്ലാ ആഭിചാരങ്ങളും നീ പോലും അറിയാതെ നിനക്ക് വിരോധമായി ചെയ്തതും പറഞ്ഞതും ഇന്ന് ആത്മാവിൽ തീ ഇറങ്ങി വെന്ത് ഉരുകട്ടെ. Hallelujah, Jesus. Praise the Lord. Hallelujah. ആ പാട്ടാണ് കാണുന്നു ഞാൻ വിശ്വാസം. ആ പാട്ടാണ് ഭയങ്കരം. ദൈവത്തിന്റെ ഗ്ലോറി അങ്ങോട്ട് ഇറങ്ങി. അയാള് ഒരു ദിവസം രാവിലെ ഒരു ചർച്ചിൽ പോകാൻ, കർത്താവേ എനിക്കൊന്നുമില്ല, പിന്നെ എൻ്റെ ലൈഫിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഇടാ നീ അങ്ങനെ പറയരുത്, നിനക്ക് വേണ്ടി എത്ര വലിയ അത്ഭുതമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, എന്നിട്ടാണോ നീ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ച ഉടനെ ഒരു അഭിഷേകം ഇറങ്ങി. അപ്പോഴും എഴുതിയ പാട്ടാണ് കാണുന്നു ഞാൻ വിശ്വാസ. അപ്പൊ നമ്മൾ ഓരോരുത്തരും കാണണം, വിശ്വാസത്താൽ നീ കാണണം.
വിശ്വാസം ആ പാട്ടിന്റെ അർത്ഥം പോലെ നീ വിശ്വാസത്താൽ ചിലത് കാണണം. ഓരോ പാട്ടിനകത്തും ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. കാണണം. നീ വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് നീ കാണണം. വിശ്വാസത്താൽ നീ അനുഗ്രഹം പ്രാപിക്കണം. ഒരു ദൂതനെ ഇപ്പോൾ ഇറങ്ങിയ യെസ് ഗ്ലോറി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറയുന്നത് ഇന്നലെ ഞാനൊരു ദൂതനെ കണ്ടു. ഞാനിതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാത്രി 12 ഞാൻ പെട്ടെന്ന് വീട്ടിൽ ചെന്നപ്പോൾ നമ്മളെ പാസ്റ്റർ VJ ട്രാവൻ എന്നെ വിളിച്ചായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ച് ഞങ്ങൾ രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്തത്തില്ല. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥിക്കും. എനിക്കാണെങ്കിൽ ഉറക്കം വന്ന് എൻ്റെ ഇടപാട് തീർന്നിരിക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വലുതായി അലസമായി മൂളിക്കൊണ്ടിരിക്കുക ഓരോന്ന് പറയുമ്പോഴും. പക്ഷേ പുള്ളി വിടുന്നില്ല. പുള്ളി അങ്ങോട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അവസാനം എന്നെ അങ്ങോട്ട് പ്രാർത്ഥിക്കാനാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ തീക്ഷ്ണതയുള്ള മനുഷ്യനാണ്. ഭയങ്കര പ്രാർത്ഥന മനുഷ്യനാണ്. ഭയങ്കര പ്രയർ വാരിയറാണ്. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ അകത്ത് ചാർജായി, ഞാൻ ചാർജായി. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരു വയലറ്റ് വെൽവെറ്റ് പോലെയുള്ള തുണി ചുറ്റിയ അതികോമളനും സുന്ദരനുമായ ഒരു രാജകിരീടമൊക്കെ വെച്ച് ഒരു വ്യക്തി വന്നിരിക്കുന്നത് ഞാൻ കാണുകയാണ് ആത്മാവിൽ. അപ്പോൾ ഞാൻ ഇതെന്തോ ഇത് ഏതോ ദൂതനായിരിക്കും, ഏഞ്ചലായിരിക്കുമെന്ന് മനസ്സിലായി. പെട്ടെന്ന് ദൈവാത്മാവിനോട് പറയുക, ഇതാണ് ദാവീദെന്ന്. ഞാൻ കിടുങ്ങിപ്പോയി കേട്ടോ, ഞാൻ പേടിച്ചുപോയി. പക്ഷേ ആ ദാവീദ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു റോയൽ അനോയിന്റിങ്ങിനെ കുറിച്ച് ഒരു വെളിപ്പാട് ദൈവം എനിക്ക് അങ്ങ് തന്നു. അടുത്തൊരു സീസണിൽ ഒരു ദാവീദിന്റെ മേൽ വേണ്ടതുപോലെ ചിലരുടെ മേൽ. അപ്പൊ ഇന്ന് ദൈവാത്മാവിനോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചു, നാളെ ഞാൻ എന്താ പ്രസംഗിക്കേണ്ടത്? ഒരുപാട് മെസ്സേജ് ഉണ്ട് കഴിഞ്ഞ. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ നാളെ ചിലരെ 20 വർഷങ്ങളായി വാറണ്ടി തീർന്നിരിക്കുന്ന പലരെ, കഴിഞ്ഞ 20 വർഷമായി ജീവിതത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് ജീവിത മേഖലകളിൽ തകർന്ന് തരിപ്പണമായി വെളിപ്പാടും വാഗ്ദത്വം ഉണ്ടെങ്കിലും എഴുന്നേറ്റമില്ലാതെ പടുക്കിടക്കയിൽ കിടക്കുന്നത് പോലെ തകർന്ന അവസ്ഥയിൽ, ഇഴഞ്ഞ അവസ്ഥയിൽ, ശാപഗ്രസ്തരായി, ഒരു നന്മ കാണാതെ, ഒരു ബ്ലെസ്സിങ് കാണാതെ, അപമാനവും നിന്ദയും പരിഹാസവും, കൂട്ടുകാരും കൈവിട്ട്, ഭാര്യ കൈവിട്ട്, മക്കൾ കൈവിട്ട്, കുടുംബം കൈവിട്ട്, സ്വന്തം സഹോദരങ്ങൾ കൈവിട്ട്, അങ്ങനെയുള്ള ചിലരെ ഇന്ന് പകൽ ആത്മാ പറയുന്നു, ദാവീദിന്റെ ഒരു സീസൺ, ഒരു ഡേവിഡ് അനോയിന്റിംഗ്, ദാവീദിന്റെ വേരും ശുഭ്ര നക്ഷത്രവുമായവൻ ഇന്ന് പകൽ ചിലരെ ഒരു റോയൽ അഭിഷേകത്താൽ നിറയ്ക്കാൻ പോയ. ഓ ജീസസ്, ഒരു രാജകീയ അഭിഷേകം ഇതിനകത്ത് ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയും പോലെ മാറാൻ പോകുന്നു. നീ രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു. നീ ഫണ്ട് കൊണ്ട് നിറയാൻ പോകുന്നു. നീ വർദ്ധിക്കാൻ പോകുന്നു. നീ പെരുകാൻ പോകുന്നു. നിന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. നിനക്ക് വിരോധമായി ഒരു ആയുധവും ഫലിക്കയില്ല. നീ ആലയങ്ങൾ പണിയും. ഓ ജീസസ്, ഹല്ലേലൂയ ജീസസ്. ഇപ്പൊ ദൂതൻ ഇറങ്ങാൻ പോവുക നിങ്ങളുടെ ഇരുന്നാട്ടെ. കർത്താവ് പറയുകയാണ്, ഇത് ദൂതൻ ഇറങ്ങുന്ന ഒരു സീസണാണ്. ഈ 2025 നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏഞ്ചൽസുമായി എൻകൗണ്ടറിൽ വരാൻ പോകും എന്ന പകല ദൈവാത്മാവിനോട് പറഞ്ഞ ഏഞ്ചലിക്കൽ എൻകൗണ്ടറുകൾ ദൈവത്തിന്റെ സഭയിൽ വിശ്വസിക്കുന്ന ചിലരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. 4ാമനായിട്ട് ദൂതൻ ഇറങ്ങിയതുപോലെ ആത്മാ പറയുന്നു, നിന്നെ കൊണ്ട് കരകയറാൻ പറ്റാത്ത, നിന്നെ കൊണ്ട് പുറത്തു വരാൻ പറ്റാത്ത, നിനക്ക് സാധിക്കാത്ത മേഖലകളിൽ നിന്നെ സഹായിക്കാൻ തക്കവണ്ണം തീ പോലെയുള്ള വിഷയങ്ങളിൽ തീക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൂതൻ ഈ സീസണിൽ നിന്നെ വിടുവിക്കാൻ വേണ്ടി
ഒരു ഏഞ്ചൽ ഇറങ്ങാൻ പോയ, ഒരു ഏഞ്ചൽ ഇറങ്ങാൻ പോകുന്നു, ഒരു ഏഞ്ചൽ ഇറങ്ങാൻ പോകുന്നു, ഒരു ഏഞ്ചൽ ഇറങ്ങട്ടെ. ഏഞ്ചൽസ് റിലീസ് ആകട്ടെ. മിനിസ്ട്രി ചെയ്യാനുള്ള ഏഞ്ചൽസ്, ശുശ്രൂഷിക്കാനുള്ള ഏഞ്ചൽസ്, ഈ ദൈവസഭയിൽ ഏഞ്ചലിക്കൽ എൻകൗണ്ടറുകളുടെ ഫയർ ഏഞ്ചൽസ് ഇറങ്ങട്ടെ. ഒരു ഏഞ്ചൽ ഇറങ്ങാൻ പോകുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ ഒരു ഏഞ്ചൽ ഇറങ്ങാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. 18 അധ്യായത്തിനകത്ത് പിന്നെ അബ്രഹാമും സാറയും കൂടെ എങ്ങനെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. രണ്ടുപേരും വയസ്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഫുഡൊക്കെ കഴിച്ച് അബ്രഹാം സാറയെ നോക്കുന്നു, സാറ അബ്രഹാമിനെ നോക്കുന്നു. രണ്ടുപേരും നോക്കി ചിരിക്കുക. നമ്മുടെ പ്രായമെല്ലാം ആയി, നമ്മൾ വയസ്സായി. ഹല്ലേലൂയ. അബ്രഹാമിനെ നോക്കിയിട്ട് സാറ ചിരിക്കാൻ തുടങ്ങി. എന്തിനാ നീ ചിരിക്കുന്നത്? അപ്പോൾ സാറ പറഞ്ഞു, നിങ്ങളെ നോക്കിയിട്ടാ ദൈവം പറഞ്ഞത് എനിക്ക് നിങ്ങളിൽ നിന്ന് മക്കളുണ്ടാകും. പക്ഷെ നിങ്ങളെ ഇരിപ്പ് കണ്ടോ, നിങ്ങളുടെ ത്വക്കും നിങ്ങളുടെ മുഖമൊക്കെ ചുളിഞ്ഞ് നിങ്ങളുടെ ഞരമ്പുകളെല്ലാം വെളിയിൽ കാണാം. അതുപോലെ ശരീരം ഒട്ടി വലിഞ്ഞ് തകർന്ന് വയസ്സായി വൃദ്ധനായി മരിക്കാറായി. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമും പറഞ്ഞു, നിന്നെ നോക്കി എനിക്ക് ചിരി വരിക, നിന്നെ നോക്കിയാ ദൈവം പറഞ്ഞത് നിന്നിൽ നിന്ന് ഒരു തലമുറ എനിക്കുണ്ടാകുമെന്ന്. നീയും അതുപോലെ വയസ്സായല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ വാതിൽക്കൊരു മുട്ട നോക്കിയപ്പോൾ 3 ദൂതന്മാര്. ഹല്ലേലൂയ. ചിരിയൊക്കെ നിർത്തിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ചിരിയൊക്കെ നിൽക്കാൻ സമയമായി. ഞാൻ വന്നത് വാറണ്ടി തീർന്ന നിന്നെയും നിന്റെ കുടുംബത്തിനോടും. നീ എത്ര വലിയ ശവക്കുഴിക്കകത്ത് കാലും നീട്ടി, എൻ്റെ പരിപാടിയെല്ലാം തീർന്നു, ഇനി എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല, എൻ്റെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുക, ശവക്കുഴിക്കകത്ത് കാലും നീട്ടിയിരിക്കുമ്പോഴാണ് ദൂത് എന്ന് പറഞ്ഞിരിക്കുന്ന നിന്നോട് ആ ദൂത് പറയുന്നത്. വാറണ്ടി തീർന്നിരിക്കുന്ന നിന്നെ നോക്കി ആത്മാ പറയുക, നിന്നെ ദൈവം അപ്ഡേറ്റ് ചെയ്യാൻ ഇറങ്ങി വരിക. ദൂതൻ, സ്വർഗീയ ദൂതന്മാർ ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ നോക്കി പറയുകയാണ്, ഇതാ നിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. ഇന്ന് പകൽ നീ ഏറ്റെടുത്തോ. യെസ്, അപ്ഡേറ്റിംഗ് സംഭവിക്കുന്നു. ഇന്നത്തെ ദിവസം ഈ സഭയിൽ അപ്ഡേറ്റ്. സ്വർഗീയ ദൂതന്മാർ നിന്റെ വീടിനെ സന്ദർശിക്കാൻ പോകുന്നു. ദൂതൻ നിന്റെ വിഷയത്തിൽ ചലിക്കാൻ പോകുന്നു. ദൂതന്മാർ നിന്നെ തൊടാൻ പോകുന്നു. ദൂതൻ നിന്റെ വീട്ടിൽ കാണാൻ വരുന്നു. നിന്റെ ഗർഭപാത്രത്തെ ദൈവം തൊടാൻ പോകുന്നു. നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട നിന്നോട്, വാറണ്ടി തീർന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക, ഞാൻ നിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നു. നിന്റെ ഗർഭപാത്രത്തെ, നിന്റെ ശരീരത്തെ ദൈവം അപ്ഡേറ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ ജീസസ്. ഓക്കെ, ഒരു ദൂതൻ വന്ന് ഒരു ദൂത് പറഞ്ഞു എന്നാ നമ്മൾ വായിക്കുന്നത്. ദൂത് അപ്ഡേറ്റ് ചെയ്യുന്ന ദൂത. വാറണ്ടി തീർന്നവരോട് ദൈവത്തിന്റെ ദൂതൻ ദൂത് പറഞ്ഞപ്പോൾ ഈ ശരീരം എങ്ങനെ ആയി മാറണം ഒരു ഗർഭം ധരിക്കാൻ. അപ്പൊ ദൂത് മാത്രമല്ല, ദൂതിനകത്ത് ഒരു സംഭവം പാക്കേജ് ഉണ്ടായിരുന്നു. ആ പാക്കേജിനകത്ത് ആന്റി ഏജിങ് ഉണ്ടായിരുന്നു. അതായത് 95 പിന്നെ 90 ഒക്കെ വയസ്സായ പുള്ളി, 100 വയസ്സായ 99 പിന്നെ 100 വയസ്സായിരിക്കുന്ന ഈ ആൾക്കാർ ദൂത് കേട്ടതും അബ്രഹാമിന്റെ ശരീരം 25 വയസ്സുകാരൻ്റെതായി. ദൂത് കേട്ടതും സാറയുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഒരൊറ്റ ഇങ്ങോട്ടാക്കി. ഹല്ലേലൂയ. 99 വയസ്സായ അബ്രഹാം ഒറ്റയടിക്ക് 25 വയസ്സുകാരനായി. നമുക്ക് 95 ഇനി അതിനകത്ത് കയറി തിയോളജിക്കലി ഇനി അബ്രഹാമിന് എത്ര വയസ്സായെന്ന് നിങ്ങൾ നോക്കി നടന്ന് കയറിയല്ല. അതല്ല, നിങ്ങൾക്കുള്ള ദൂത് വേറെയാ. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് നിങ്ങളെ യൗവനം തിരിച്ചു കൊണ്ടുവരാൻ പോകും. ആന്റി ഏജിങ് യൗവനം പുതുകി വരാൻ പോകുക. യൗവനം പുതുകി വരാൻ പോകുന്നു. ആന്റി ഏജിങ്ങിന്റെ ഒരു അനോയിന്റിങ് സത്യ ദൈവനാമത്തിൽ
യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകനെ പോലെ ചിറകടി ചുയരും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നീ അനുഭവിച്ച ടെൻഷൻ, വറി, സ്ട്രെസ് മുഖാന്തരം നിന്റെ ശരീരം കറുത്ത്, നിന്റെ ലിവർ, ഫാറ്റി ലിവർ, കിഡ്നി പ്രോബ്ലം, നിന്റെ ശാരീരികമായ രോഗം, നിന്റെ ലിവർ, നിന്റെ യൂട്രസ്, നിന്റെ ഹാർട്ട്, നിന്റെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, നിന്റെ ചെവി, നിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം 25 വയസ്സിൻ്റെത് പോലെ ഇന്ന് പകൽ റിക്കവറി ആകാൻ പോയ Oh Jesus, hallelujah, praise the Lord. ഭയങ്കര ആന്റി ഏജിങ്, അതായത് നമ്മുടെ കർത്താവിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ചികിത്സാ രീതിയാണത്. ദൂതെന്ന് പറയുന്നത്, പ്രവചനമെന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ല. പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതില്ലാത്തതിനെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവരും. നിന്റെ കംപ്ലീറ്റ് സ്റ്റാറ്റസ് മാറ്റും, നിന്റെ ബോഡി സ്റ്റാറ്റസ് മാറ്റും, നിന്റെ ഫിസിക്കൽ സ്റ്റാറ്റസ് മാറ്റും, നിന്റെ സകല മേഖലകളെയും പരിശുദ്ധാത്മാവ് പണിയാൻ പോവുക. ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ഇന്റേണൽ ഓർഗൻസിന്റെ മേൽ ദൈവ ശക്തി ഇറങ്ങട്ടെ. Oh, the fire of Holy Spirit. Oh Jesus. Hallelujah, Jesus name. നീ കഴിഞ്ഞ 20 വർഷമായിട്ട് ഉറക്കമില്ലാത്തത് കൊണ്ട് നിന്റെ കണ്ണിന്റെ ഈ ഭാഗം മുഴുവൻ കറുത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ ഉറക്കമില്ലാതെ ചിന്തിച്ചത് കൊണ്ട് നീ ഉണങ്ങിയ അസ്ഥികൂടമായിരിക്കുക. നിന്റെ ശരീരത്തിലെ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുക. നിന്റെ ലൈഫിൽ ഫാറ്റി ലിവറിന്റെ അസ്വസ്ഥതയുണ്ട്, തൈറോയിഡിന്റെ അസ്വസ്ഥതയുണ്ട്, ഷുഗറിന്റെ പ്രശ്നമുണ്ട്, ഹാലലുയ, പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഉണ്ട്. അങ്ങനെ 100 വിഷയങ്ങൾ ഈ കഴിഞ്ഞ 20 വർഷത്തിലെ കഷ്ടതയുടെ നീ കയറിപ്പോയപ്പോൾ, ഒരു രാജകീയ പദവിയുടെ സ്ഥാനത്ത് നീ വന്നപ്പോൾ നിന്റെ ശരീരം ആ രാജകീയമായ രീതിയിൽ ജീവിക്കാൻ പറ്റാതെ വളരെയധികം രോഗിയായി, ആ അഭിഷേകത്തെ വഹിക്കാൻ പറ്റാതെ, ഒരു പക്ഷേ ആ പദവിയിൽ ഇരുന്നാലും ഗുളിക കഴിക്കുന്ന, അഡ്മിറ്റായി ഹോസ്പിറ്റലാകുന്ന ലെവലിൽ നിന്നെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് നിന്നെ തകർത്ത് ഈ രാജകീയ അഭിഷേകം നിന്റെ മേൽ വന്ന് വീഴാനും അത് അനുഭവിക്കാൻ പറ്റാതെ നിന്നെ കൊന്നു മുടിച്ചു കളയാൻ പിശാചിട്ട സകല വ്യാധികളും, പിശാചിട്ട സകല പ്രശ്നങ്ങളും, നിന്നെ രോഗിയാക്കി ആശുപത്രി കയറ്റുമെന്ന് വെല്ലുവിളിക്കുന്ന പൈശാചികന്റെ എല്ലാ പദ്ധതികളെയും ഇന്ന് ആത്മാവിൽ വെട്ടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക്, 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 ബ്രേക്ക്. വാഗ്ദത്തം നിന്റെ മേൽ വന്നാൽ നീ അനുഭവിക്കാൻ നീ വേണ്ടേ? ദൂതുണ്ട്. പലരുടെ ലൈഫില് വലിയ വാഗ്ദത്തം കേട്ടിട്ടാ മരിച്ചു പോകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് പിശാചിന്റെ തന്ത്രമാ. നീ നല്ല സന്തോഷമായി കൈയടിച്ച് ആരാധിച്ച് ആത്മനിറവിലായി ദൂത് കേട്ട്, അപ്പോൾ നേരത്തെ പണിത് ആരും അറിയാതെ ഒരു പെരിച്ചാഴി കയറി തുരന്ന് വെച്ചിരിക്കുന്നത് പോലെ, അതായത് ആല് കൊണ്ടുവന്ന് വീടിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ അറിയത്തില്ല, വേരകത്ത് കയറി ഇതെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞങ്ങ് വീഴും അല്ലേ? എത്ര വലിയ ബിൽഡിങ്ങിനെ തകർക്കാൻ ആലിന് പറ്റും, എത്ര വലിയ വീടിനെ തകർക്കാൻ പെരിച്ചാഴിക്ക് പറ്റും. അറിയത്തില്ല, നമ്മൾ ഇതെവിടുന്നാ വന്നെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അറിയാതെ ആയിരിക്കും പല കയറിങ്ങൾ കയറിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ അതിനെല്ലാം ആത്മാനിറവിൽ നീ ആരാധിക്കുമ്പോൾ പുകച്ച് പുറത്തു ചാടും. എല്ലാ സ്പിരിറ്റുകളും ആരാധനയുടെ നടുവിൽ പുറത്തു വരും, നിന്നെ വിട്ടുമാറും. അതിനാ ദൈവസന്നിധിയിൽ വന്ന നീ ആരാധിക്കാൻ പറയുന്നത്. നീ അറിയാതെ നിന്റെ ശരീരത്തെ, നിന്റെ ജീവിതത്തെ കാർന്നു നിന്നുന്ന ചില പെരുച്ചാഴികളെ ഇന്ന് ആത്മാവിൽ കത്തിക്കുക. ഓ പ്രൈസ് ദി ലോർഡ്.
ഒരു ദൂതുണ്ടല്ലോ, 3 പേര് വന്ന് അങ്ങോട്ട് കയറി ഉടനെ ഒരു ദൂതന്മാർ ഇറങ്ങിയ ചരിത്രം മാറുകയാണ്. അവരുടെ കുടുംബത്തിൽ 2 പേരുടെ ഒറ്റ ദൂത് നോക്കി കണ്ണാടി ചെന്ന് നോക്കിയപ്പോൾ അബ്രഹാമിന് ആളിനെ മനസ്സിലാകുന്നില്ല. ഉടനെ ഭാര്യയോട് പറഞ്ഞു, ഓടിച്ചെന്ന് നീ നോക്ക കണ്ണാടി നോക്കിയ സാറയ്ക്ക് ആളെ മനസ്സിലാകുന്നില്ല. 2 പേരും ഹല്ലേലൂയ 95-99 വയസ്സിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. നേരെ 25ആയി. രാജകുമാരിയെ പോലെയായി, രാജാവിനെ പോലെയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അങ്ങനെ ആകാൻ പോവുക. നിന്നെ കണ്ടാൽ ആള് മാറിയവനെ പോലെ, നിന്നെ കണ്ടാൽ ആളെ തിരിച്ചറിയാത്തതുപോലെ, നീ സുന്ദരനും സുന്ദരിയുമായി, നീ യൗവനക്കാരനായി യൗവനക്കാരിയായി ദൈവം നിന്നെ മാറ്റാൻ പോവുക. നിന്റെ ജീവിതത്തിലെ കഷ്ടകാലത്ത് നിന്റെ ജീവിതത്തിൽ കയറിയ ചില ബലഹീന സ്വഭാവങ്ങളൊക്കെ കാണും. ഈ ബലഹീന സ്വഭാവങ്ങൾ കഷ്ടകാലത്ത് ടെൻഷൻ, വറി, സ്ട്രെസ്സുകളൊക്കെ വന്ന് ടെൻഷൻ അടിച്ച് ലെവല് തെറ്റി മദ്യപിക്കുന്നവരുണ്ട്, സിഗരറ്റ് വലിക്കുന്നവരുണ്ട്, മറ്റ് പല അഡിക്ഷനുകളിൽ പോകുന്നവരുണ്ട്. എന്തിനാണ്? ടെൻഷൻ മാറാൻ വേണ്ടി അഡിക്ഷൻ സ്പിരിറ്റുകൾ. ഈ അഡിക്ഷൻ കാരണമാണ് നിന്റെ ബോഡി നശിക്കുന്നത്. അപ്പോൾ അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. നിന്നെ ടെൻഷൻ ആക്കുമ്പോൾ ടെൻഷനിൽ നിന്ന് മാറാൻ വേണ്ടി നീ ചെയ്യുന്ന പരിപാടികൾ നിന്റെ മരണത്തിനും നിന്റെ ശാപത്തിനും കാരണമാക്കി പിശാച് ഉപയോഗിക്കുക ആയുധത്തെ. ഹല്ലേലൂയ. നിന്നെ രോഗിയാക്കാനുള്ള സകല പരിപാടി അവൻ ചെയ്തു വെച്ചിരിക്കും. അതാണ് പലരെയും വാഗ്ദത്തം വരുമ്പോൾ ആള് കാണാത്തത്. എന്നാൽ ഇന്ന് പകൽ നീ അത് തിരിച്ചറിയണം. നിന്നെ ടെൻഷനിലാക്കുമ്പോൾ, നീ വറിയിലോട്ട് പോകുമ്പോൾ, നീ ടെൻഷനിലാകുമ്പോൾ, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അഡിക്ഷനുകൾ നിനക്ക് വെച്ചിരിക്കുന്ന വലിയ പണിയാണ്, പാരയാണ്, പിശാചിന്റെ ആയുധമാണ്. ഇന്ന് അതിനെ നീ റിജക്റ്റ് ചെയ്തിട്ട്, യെസ്, ഇന്ന് പകൽ അതിനെയെല്ലാം നീ റിജക്റ്റ് ചെയ്യണം. നെഗറ്റീവ് പറയരുത്, ശാപവാക്ക് പറയരുത്, നെഗറ്റീവ് പറയരുത്, നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കരുത്. കണ്ടോ, അബ്രഹാമും സാറ് ഇത്രയും വിശ്വാസ വീരന്മാരെന്ന് പറഞ്ഞിട്ടും അവർ 2 കൂടെ അങ്ങോട്ട് ഞാൻ പറയുന്നതല്ല നെഗറ്റീവാ. ഇനിയിപ്പോൾ ഏലിയാസറിന്, നമ്മളെ കൂടെയുള്ള ഏലിയാസറിൻ്റെ മക്കളുണ്ടല്ലോ, ഇസ്മായേലുണ്ടല്ലോ, അവിശ്വാസമാവാൻ പറയുന്നത്, അവിശ്വാസമാ പറയുന്ന ഭർത്താവും ഭാര്യയും കൂടെ അകത്തിരുന്ന് സാറ പറയാണ്, ഹാഗറിനെ തന്നു, അവൾ പോയി, എനിക്കൊരു കൊച്ചൊന്നുമില്ല, ഇനിയിപ്പോൾ ഉണ്ടാകാൻ വഴിയുമില്ല എന്ന് പറഞ്ഞ് ചിരിക്കുക, പരിഹസിക്കുക, കളിയാക്കുക, നെഗറ്റീവ് പറയുക. കൂടാരത്തിനകത്ത് നെഗറ്റീവ് അടിച്ചോണ്ടിരുന്നപ്പോഴാ ഏഞ്ചൽ ഇറങ്ങിയത്. നിന്റെ നെഗറ്റീവ് അടി നിർത്ത്. ഇന്ന് പകല് ഒന്ന് പറഞ്ഞാട്ടെ, നെഗറ്റീവ് പറയുന്ന നിർത്ത്. അടുത്തിലേക്ക് പറഞ്ഞ നെഗറ്റീവ് പറച്ചില് നിർത്ത്. നിന്റെ വാക്ക് കൊണ്ട് നീ കുടുങ്ങിപ്പോകും, നിന്റെ വാക്ക് കൊണ്ട് നീ കുടുങ്ങിപ്പോകും. നിനക്ക് വരേണ്ട സാമ്പത്തിക വിടുതൽ വരാത്തതിന് കാരണം നിന്റെ നെഗറ്റീവ് അടിയാണ്. ഇന്ന് പകല നെഗറ്റീവ് സംസാരം നിർത്തിയിട്ട് നീ പറയണം, വിശ്വാസത്തിന്റെ വചനം നീ പറയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദിവസം 6 മാസമായി ഒരു മറിയയുടെ വീട്ടിനകത്തൊരു ദൂതൻ ഇറങ്ങി. കൃപ ലഭിച്ചവളെ, ഇതെന്തൊരു വന്ദനമെന്ന് പറഞ്ഞ, എന്താ നെഗറ്റീവ് അടിക്കുന്നത്? ദൈവത്തിന് ഇഷ്ടമുള്ളത് വിളിച്ചൂടെ? ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയപ്പോൾ സന്തോഷം കൊണ്ട്, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയത് എന്താ? ലോകത്തിന്റെ സൃഷ്ടാവിത ജനിക്കാൻ പോകുന്നവളെ വീട്ടിലാണ് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ദൈവദൂതൻ പറഞ്ഞത് കൃപ ലഭിച്ചവളെ. അപ്പൊ പുള്ളിക്കാരി പറയുക, തിരിച്ചു പറയുക, ഇതെന്തൊരു വന്ദനം അല്ലേ? ഫ്രൈസലോ സഹോദര, നല്ല ഷർട്ട്, ഓ, ഒരു ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ്. നല്ല വചനമായിരുന്നു, പ്രസംഗമായിരുന്നു കേട്ടോ ബ്രദറെ. കോംപ്ലക്സ് അടിച്ചിരിക്കുക. ഹല്ലേലൂയ. നല്ലതെന്തെങ്കിലും ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം നിന്റെ ഉള്ളിൽ മുഴുവനും കോംപ്ലക്സാ. നിന്നെക്കുറിച്ച് ഒരു വലിയ ഒരു മതിപ്പ് നിനക്കില്ല. പ്രൈസ്. ചിലരോടൊക്കെ നല്ല തോത് പറഞ്ഞാൽ വരട്ടെ, നടക്കട്ടെ ബ്രദറെ, ദൈവം അനുഗ്രഹിക്കും. അനുഗ്രഹിക്കട്ടെ. കാരണം നടക്കുന്ന വെച്ചാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു നല്ല വീട് ദൈവം തരും. ഭാഷയെ വരട്ടെ. ഹല്ലേലൂയ. കാരണം നടക്കാനൊന്നും ചാൻസ് ഒന്നുമില്ല. അവരുടെ ഹൃദയത്തിനകത്ത് ആ വിശ്വാസമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു, മരവിച്ച് അങ്ങ് അറ്റം പറ്റിയിരിക്കുക, കോംപ്ലക്സ് അടിച്ചിരിക്കുക. ഞാൻ അങ്ങനെയൊന്നും അനുഗ്രഹിക്കപ്പെടാനെന്നുള്ള ആളൊന്നും അല്ല, അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് സ്വയമായി ഒരു പാപിയാണ്
എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നല്ലൊരു വന്ദനം, നല്ലൊരു വാക്ക്, നല്ലൊരു ബ്ലെസ്സിങ് നിന്നെ നോക്കി ഒരു പ്രവാചകനോ ഒരു പാഷോ ഒക്കെ പറഞ്ഞാൽ നീ അതിനെ ചാടി പിടിക്കണം. നീ പറയേണ്ട നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. നിന്റെ ഡയലോഗൊന്നും ഒരു ഭാഷയൊന്നും കേൾക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ആമേൻ പറഞ്ഞാ മതി. നിന്റെ വായിന്ന് വരേണ്ടത് ആമേൻ, ഹല്ലേലൂയ. അതാണ് നീ റിസീവ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങോട്ട് ദൂതന് ക്ലാസ് എടുക്കുക, ഇതെന്തൊരു വന്ദനമെന്ന്. ഇനിയിപ്പം ഇവളെ അടുത്ത് വന്നിരുന്ന് പഠിച്ച് ഒരു 2-3 വർഷം പഠിച്ചിട്ട് വേണം ദൂതന് വെളിപ്പാട് കിട്ടാൻ. ദൂതൻ അങ്ങോട്ട് വെളിപ്പാട് പറഞ്ഞു കൊടുക്കുക, ഇതെന്തോ ഒരു വന്ദനമെന്ന്. പിന്നെ അങ്ങ് മാറി, പെട്ടെന്ന് മാറി. ദൂതൻ പറയുക, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, ഒരു വിശുദ്ധ സന്തതി നിന്റെ അകത്തുനിന്ന് ഉണ്ടാകും. ഇതെങ്ങനെ സാധിക്കും? ഇതെങ്ങനെ സാധിക്കും? ദൈവത്തിന് സാധിക്കാത്ത വല്ല കാര്യമുണ്ടോ? അതായത് ലോകപ്രകാരം ഒരു പുരുഷനും സ്ത്രീയും കൂടെ ചേർന്നാൽ മാത്രമേ ഒരു തലമുറ ഉണ്ടാകൂ എന്ന് ഭൂമിയിലുള്ള ഒരു സിസ്റ്റം വെച്ചിരിക്കുമ്പോൾ ആ സിസ്റ്റത്തെ മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട്, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ ലോകത്തിന്റെ സയൻസിനെ, ഈ ലോകത്തിന്റെ ബയോളജിയെ, ഈ ലോകത്തിന്റെ കെമിസ്ട്രിയെ, ഈ ലോകത്തിന്റെ ഫിസിക്സിനെ, കംപ്ലീറ്റ് മാത്തമാറ്റിക്സിനെ എല്ലാം ബ്രേക്കായി. അതുകൊണ്ട് നീ പഠിക്കുന്ന പുസ്തകങ്ങൾക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒന്നുമല്ല നിന്നെ ജീവിപ്പിക്കുന്നത്. അതിനപ്പുറം ഈ കെമിസ്ട്രിയെക്കാളും ഫിസിക്സിനേക്കാളും സയൻസിനേക്കാളും മെഡിക്കൽ സയൻസിനേക്കാളും വലിയവനായ ദൈവം ആത്മാവ് നിന്നോട് പറയും, അസംഭവ്യമെന്ന്, സംഭവിക്കാൻ പാടില്ല, സംഭവിക്കത്തില്ല എന്ന് പറയുന്ന വിഷയത്തിൽ ഇന്ന് ആത്മാവ് ദൂതനെ ഇറക്കി. ഒരു ഏഞ്ചൽ ഇറങ്ങിയിട്ട് പറയുക, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഈ ദൂതെന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ആരോടും പറയാത്തൊരു സ്പെഷ്യൽ ദൂത് മറിയോട് പറയുക. മനസ്സിലായോ? നിന്നോട് പറയുന്ന ദൂത് അടുത്തിരിക്കുന്നവനോട് പറയുന്ന ദൂതല്ല. നിന്നോട് പറയുന്ന ദൂത് നിനക്ക് അസംഭവ്യമെന്ന് തോന്നുന്നതേ പറയൂ. നിന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തത്, എങ്ങനെ ചിന്തിച്ചാലും നടക്കത്തില്ല എന്ന് നീ വിചാരിക്കുന്ന വിഷയത്തിൽ ദൈവം ഇന്ന് ദൂതനെ ഇറക്കിയിട്ട് നിന്നോടൊരു ദൂത് കൈമാറാൻ പോവുക. അത് നീ വിശ്വസിച്ചാൽ, നീ ഒരു സ്റ്റെപ്പ് വെച്ചാൽ, അടിയരുതാ എന്ന് പറയാൻ നീ തയ്യാറാണെങ്കിൽ ആമേൻ കർത്താവേ, അടിയനിതാ എന്ന് പറഞ്ഞു ഒരു സ്റ്റെപ്പ്. അതായത് 2 മണ്ഡലത്തിൽ നിൽക്കുക. ദൂതൻ ഇറങ്ങിയത് എവിടുന്നാ? സ്വർഗത്തിൽ നിന്ന്. മറിയ നിൽക്കുന്നത് എവിടെയാ? ഭൂമിയില്. പ്രൈസ് ദി ലോർഡ്. മറിയ നിൽക്കുന്നത് സൂര്യന്റെ കീഴിലാ. സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ നിൽക്കുന്നത് നീതി സൂര്യനായ ക്രിസ്തുവിന്റെ നിഴലിലാ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നിഴലിൽ നിൽക്കുന്നവൻ പറയുന്ന കാര്യം സൂര്യന്റെ കീഴിൽ നിൽക്കുന്നവന് വിശ്വസിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ക്രിസ്തുവിന്റെ ഗ്ലോറിക്കകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു പ്രവചനവും ഭൂമിയിൽ സാധാരണ ലെവലിൽ ചിന്തിക്കുന്നവന് വിശ്വസിക്കാനോ ഏറ്റെടുക്കാനോ പറ്റാത്തത് ദൈവത്തിന്റെ ആത്മാവിലുള്ളവൻ പറയത്തുള്ളൂ. അസംഭവ്യമായ കാര്യം, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം ഇന്ന് പകൽ ആത്മാവ് നിന്നോട് പറഞ്ഞാൽ അത് വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇന്നൊരു ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങും. യെസ്, ഒരു സ്വർഗീയ ദൂതൻ ഇന്ന് പകൽ ഉടമനവ ശാന്തനവ രക്ഷം ഭരവ രേഖ ഭാഷ രി ഹി 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 Raka pa 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 Ri pa 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 Ro Ri sha raka pa Yes Hallelujah Hallelujah Jesus. അതാ ദൂതൻ ഇറങ്ങുന്നതെല്ലാം നടക്കാൻ പാടില്ല. ഇതേ ദൂതനാ സക്കറിയാവ് അവിടെ പൂജിച്ചുകൊണ്ട് നിന്നപ്പോ അവിടെ ഇറങ്ങിയത്.
അവിടെ ഇറങ്ങിയപ്പോൾ പേടിച്ചു പോയി. പുള്ളി പേടിച്ചു പോയി. പുള്ളിയോട് പറഞ്ഞു, നിന്റെ ഭാര്യ അതാ ഇപ്പോൾ തലമുറ ദൈവം തരാൻ പോവുകയാണ്, എലിസബത്ത് പ്രസവിക്കാൻ പോകുന്നു. പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. നിൽക്കുന്നത് പുൽപ്പിറ്റില, ഇറങ്ങിയത് ദൂതനാ. പക്ഷെ പുൽപ്പിറ്റിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിതന് പോലും ദൈവം പറഞ്ഞ ദൂത് വിശ്വസിക്കാൻ പറ്റിയില്ലെന്ന്. അപ്പോഴൊക്കെ നമ്മളെയൊക്കെ ഗതി എന്തായിരിക്കും? നിങ്ങളത് ചിന്തിക്കുക. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. സക്കരിയാവിന് വിശ്വസിക്കാൻ പറ്റിയില്ല, പലർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല, മറിയയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതുപോലെയുള്ള കാര്യമാണ് ദൂതൻ ഇറങ്ങി പറഞ്ഞത്. ഏഞ്ചൽസ് ഇറങ്ങുന്നത് മുഴുവനും നിന്റെ സിസ്റ്റം മാറ്റാനാ. ഏഞ്ചൽസ് ഇറങ്ങുന്നത് നിന്റെ വിശ്വാസം മാറ്റാനാ. ഏഞ്ചൽസ് ഇറങ്ങുന്നത് സാധിക്കാത്ത കാര്യം സാധിപ്പിക്കാനാ. സ്വർഗീയ ദൂതന്മാർ ഇറങ്ങുമ്പോൾ ഏത് അടഞ്ഞ വിഷയവും, ഏത് തീർന്നുപോയ വിഷയവും, ഏത് വാറണ്ടി തീർന്നവന്റെ സ്ഥിതിയും, എലിസബത്തിന്റെ സക്കരിയാവിന്റെ വാറണ്ടി തീർന്നിരുന്നപ്പോൾ ദൂതൻ ഇറങ്ങി അപ്ഡേറ്റ് ചെയ്യുകയാണ്. ദൂതന്മാർ ഇറങ്ങുന്നത് അപ്ഡേറ്റ് ചെയ്യാനാ. കാര്യം ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം നിന്നെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന വിഷയം. ആ വിഷയത്തെ നിന്റെ കണ്ണിൻ മുമ്പിൽ വരച്ചു കാണിച്ച് നിന്നെ മണ്ഡലത്തിൽ വലിച്ചു കയറ്റി നിന്റെ സ്ഥിതി മാറ്റാൻ ഏഞ്ചൽസ് ഇറങ്ങുന്ന സീസൺ. ഓ, ഈ സീസൺ ഏഞ്ചൽസ് ഇറങ്ങാൻ പോകുന്നു, ദൂതന്മാർ ഇറങ്ങാൻ പോകുന്നു. വിശ്വസിക്കുന്നവന് വേണ്ടി നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റാൻ, നിന്റെ ജീവിതം മാറ്റാൻ, നിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ, വാറണ്ടി തീർന്നിരിക്കുന്ന ചിലതിനെ അടുത്ത ലെവലിൽ കയറ്റാൻ ഏഞ്ചൽസ് ഇറങ്ങുന്ന സീസൺ. ഓ ഹല്ലേലൂയ. വാറണ്ടിയും തീർന്ന് സകലതും തീർന്ന് പ്രതീക്ഷയും നഷ്ടപ്പെട്ട് പ്രത്യാശയും നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ ഏഞ്ചൽസ് ഇന്ന് പകൽ ഇറങ്ങി അപ്ഡേറ്റ് ചെയ്യാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ഈ സീസണിൽ, ഈ മാസം, മാർച്ച് മാസത്തിനകത്ത് നിങ്ങൾ കയറുമ്പോൾ ഫെബ്രുവരി മാസം കൊണ്ട് ചിലത് അവസാനിച്ച് മാർച്ച് എന്ന് പറയുന്നത് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്ത് അകത്ത് കയറ്റി, നിന്റെ മിനിഷിയെ മാറ്റി, നിന്റെ ശുശ്രൂഷയെ മാറ്റി, നിന്റെ കാഴ്ചപ്പാടിനെ മാറ്റി, നിന്റെ ആത്മാവിന്റെ പ്രവൃത്തികളിൽ വ്യത്യാസം വന്ന് നിന്നെ പുതിയൊരു ലെവലിലോട്ട് തിരിക്കാൻ പോവുകയാണ്. നിന്റെ സ്ഥിതികൾ മാറാൻ പോകുന്നു, നിന്റെ ബിസിനസ് മാറാൻ പോകുന്നു, നിന്റെ വരുമാനം മാറാൻ പോകുന്നു, കോടിക്കണക്കിന് ഫണ്ട് നിന്റെ കയ്യിൽ വരാൻ പോകുന്നു. നീ ഒരു മൾട്ടി ബില്യണർ ആകാൻ പോവുകയാണ്. ഓ, നീ ആലയങ്ങൾ പണിയാൻ പോവുകയാണ്. ഹല്ലേലൂയ, ജീസസ് ജീസസ് ജീസസ്, ഹല്ലേലൂയ. അപ്പൊ ദൂതന്മാർ ഇറങ്ങിയ ചരിത്രം മാറും. ഹല്ലേലൂയ. പത്രോസ് കംപ്ലീറ്റ് വാറണ്ടിയും തീർന്ന ആ കാരാഗ്രഹത്തിൽ കിടക്കുക. പത്രോസിന് പത്രോസ് അത് ഉറങ്ങുക, മരിക്കാൻ, നാളെ രാവിലെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞതുകൊണ്ട് പുള്ളിയുടെ മനസ്സും കണ്ണും എല്ലാം മരവിച്ചു പോയി. പഞ്ചേന്ദ്രിയങ്ങൾ വരെ പ്രവർത്തിക്കുന്നില്ല. പുള്ളി കൂർക്കം വലിച്ച് കിടന്നുറങ്ങുക. കാരണം വാറണ്ടി തീർന്നു. പിറ്റേന്ന് വെട്ടാൻ കൊണ്ടുപോകുന്ന മാടിനെ പോലെ പത്രോസ് അകത്ത് കിടക്കുമ്പോൾ 2-3 പിന്നെ രോധ എന്നൊക്കെ പറയുന്ന പെൺകുട്ടിയും കൂട്ടത്തിലെ സഭയിലുള്ളവരെല്ലാം കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്, പത്രോസിനെ വിടുവിക്കണേ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥനാ വിഷയം പത്രോസ് എന്ന വ്യക്തിയെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്, കാരാഗ്രഹത്തിൽ നിന്ന്. അപ്പോഴാണ് ഒരു മുട്ട് കേൾക്കുന്നത്. എന്താണ്? ഹല്ലേലൂയ. മുട്ടി വാതിൽ തുറന്നപ്പോൾ പ്രാർത്ഥിച്ച വിഷയം നടന്നു വന്ന് നിൽക്കുന്നു. കിടന്ന വിഷയത്തെ നടത്തിക്കൊണ്ടുവന്ന ദൈവം. കാരാഗ്രഹത്തിനകത്ത്, ചങ്ങലയ്ക്കകത്ത് കിടക്കുന്ന വിഷയം നീ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി തട്ടി എഴുന്നേൽപ്പിച്ച് നടത്തിക്കൊണ്ടുവന്ന് നിന്റെ വീട്ടിന്റെ മുമ്പിൽ നിർത്തും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുകയാണ്. തളർന്നു കിടന്ന ജലതിനെ, മരവിച്ചു കിടക്കുന്ന ചില വിഷയങ്ങളെ, ഒരിക്കലും പുറത്തു വരാത്ത ജലതിനെ ഇന്ന് പകൽ ദൂതൻ ഇറങ്ങിയിട്ട് കിടന്ന വിഷയത്തെ നടത്തിക്കൊണ്ടുവരാൻ പോയ. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ കിടന്ന വിഷയം, തളർന്നു കിടന്ന വിഷയം, മരവിച്ച വിഷയം, വാറണ്ടി തീർന്ന വിഷയം, വെട്ടി തകർത്തിട്ടയ്ക്കുക, ചങ്ങലക്കിട്ടയ്ക്കുക. ആ വിഷയം അടുത്തൊരു സീസണിൽ പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടർ ഇരുന്നപ്പോൾ
മുട്ടുമടക്കി പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി തട്ടി എഴുന്നേൽപ്പിക്കുന്നു. ആത്മാവ് പറയുക, ചിലതിനെയൊക്കെ തട്ടാൻ പോവുക ദൈവം. നിന്റെ ചില വിഷയങ്ങൾ ഉറങ്ങിക്കിടക്കുന്നതിനെ ദൈവം തട്ടി എഴുന്നേൽപ്പിക്കാൻ പോവുക. ദൈവം ചില വിഷയങ്ങളെ തട്ടി എഴുന്നേൽപ്പിക്കാൻ പോവുക. ഇന്ന് പകൽ ഇതിനകത്ത് നീ കേട്ടുക്കുന്ന ദൂതിന്റെ അടിസ്ഥാനത്തിൽ ദൂതൻ വന്ന് തട്ടുന്നു, ദൂതൻ വന്ന് ഉണർത്തുന്നു, ദൂതൻ വന്ന് എഴുന്നേൽപ്പിക്കുന്നു, ദൂതൻ വന്ന് ചങ്ങല അഴിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ ആർക്കും കയറാൻ പറ്റാത്ത ഏരിയയിലും ദൂതന് കയറാൻ പറ്റും. നീ പ്രാർത്ഥിച്ചോ, ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ. അടുത്തിന് പറഞ്ഞ ധൈര്യമായി പ്രാർത്ഥിക്ക, തന്റെ ഇടത്തോടെ പ്രാർത്ഥിക്ക. നിനക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്ത് ദൈവത്തിന്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങും. ഏഞ്ചൽ ഇറങ്ങാൻ പോയാൽ നിന്റെ ഭർത്താവിനെ നിനക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, എന്നാൽ ദൂതന് സംസാരിക്കാൻ പറ്റും. നിന്റെ തലമുറയോട് നിനക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, എന്നാൽ ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ചാൽ ഏഞ്ചൽസ് നിന്റെ ഹല്ലേലൂയ മക്കളോട് സംസാരിക്കും. നിന്റെ ഭാര്യയോട് ദൈവത്തിന്റെ ദൂതൻ സംസാരിക്കും. ഹല്ലേലൂയ. എടാ, നിനക്ക് സംസാരിക്കാൻ പറ്റാത്ത നിന്റെ ഭാര്യയോട്, നിനക്ക് സംസാരിക്കാൻ പറ്റാത്ത നിന്റെ മക്കളോട്, നിന്നെ വെട്ടാൻ വേണ്ടി ഓടാലി കൊണ്ട് നിൽക്കുന്ന നിന്റെ ഭർത്താവിനോട്, നിന്റെ അയൽവാസിയോട്, നിനക്ക് ആരൊക്കെ ശത്രു ഉണ്ടോ, നീ എന്തിനാ പേടിക്കുന്നത്? നീ ഒരു പായങ്ങോട്ട് എടുത്തിട്ടിട്ട് മുട്ടുമടക്ക, നീ പ്രാർത്ഥിക്ക. നിനക്ക് ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത്, നിനക്ക് ചെല്ലാൻ സാധിക്കാത്ത ഇടത്ത് എന്റെ ദൈവത്തിന്റെ ദൂതൻ നിനക്ക് വേണ്ടി ചെല്ലും. ഹല്ലേലൂയ. ദൂതൻ ചെന്നിട്ട് മിണ്ടാതെ നിൽക്കത്തില്ല, തട്ടും. ആത്മാവ് പറയുക, തട്ടാൻ പോവുക. ഉറങ്ങിക്കിടക്കുന്ന വിഷയം, പ്രത്യാശ നഷ്ടപ്പെട്ട് മരിക്കാൻ കിടക്കുന്നവൻ, ഏത് മരിച്ച വിഷയത്തെ ഇന്ന് പകൽ ആത്മാവ് തട്ടി എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. തട്ടി എഴുന്നേൽപ്പിച്ചു, എന്നിട്ട് കൈ പിടിച്ചു. ഹല്ലേലൂയ. ഒരു വാതിലും ഇരുമ്പ് കമ്പി കൊണ്ടും ചുറ്റികല്ല് കൊണ്ടും അടിച്ചു പൊട്ടിച്ചില്ല. എല്ലാ വാതിലും സ്വതവേ തുറന്നു. ദൂതൻ ഇറങ്ങിയാൽ നീ ഒരു വാതിലും തുറക്കാൻ നിൽക്കണ്ട. ദൂതൻ ഇറങ്ങിയാൽ എല്ലാ വാതിലും സ്വതവേ തുറക്കും. ഹല്ലേലൂയ. ഇതൊക്കെ സംഭവിക്കുമ്പോൾ മറ്റൊന്ന് സംഭവിക്കും. അകത്ത് കിടന്ന് മരിക്കാൻ കിടന്നവൻ ചാടി എഴുന്നേറ്റ് നടന്ന് ദൂതൻ തട്ടി എഴുന്നേപ്പിച്ച് എല്ലാ വാതിലും തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവന്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവൻ വിശ്വസിക്കാൻ വയ്യ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവൻ കതക് തുറന്നപ്പോൾ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയ വിഷയം നടന്ന് വന്ന് നിൽക്കുന്നു. എടാ, പ്രാർത്ഥിക്കുന്നവന് പോലും വിശ്വാസം വല്ല. പ്രാർത്ഥിക്കുന്ന നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതം. നീ ഏത് വിഷയത്തിന് പ്രാർത്ഥിച്ചോ ആ വിഷയം മറുപടിയായി നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നീ ഞെട്ടി ബോധം കെട്ടുപോകും. നീ പറയും, അയ്യോ, ഇത്ര വേഗത്തിൽ വരുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല, ഇത്ര വേഗത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ എന്തിനാ നീ പ്രാർത്ഥിച്ചത്? നീ പ്രാർത്ഥിച്ചത് അടുത്ത വല്ല നടക്കാനാണോ? കർത്താവ് പറയാ, വേഗത്തിൽ, സ്പീഡായിട്ട്. അതായത് ഈ സീസണിൽ ഇപ്പൊ നീ പ്രാർത്ഥിച്ചാൽ ഇപ്പൊ തന്നെ വിടുതല. നാളെയല്ല വിടുതല്, വൈകുന്നേരമല്ല വിടുതല്. ഇതിനകത്ത് നീ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥനയ്ക്ക് ഈ നിമിഷം തന്നെ ചില വിഷയത്തിന് മറുപടി തരാൻ പോവുക. നീ ആരാധന കളഞ്ഞ് വെളിയിലിറങ്ങുമ്പോൾ മറുപടികൾ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പോവുക. മറുപടികൾ ഈ ആരാധനയിൽ ഇരിക്കുമ്പോൾ നിന്റെ ഫോണിൽ മെസ്സേജായി വെളിപ്പെടാൻ പോവുക. യെസ്, ഫയർ, glory, uta mana para shata, re she he ho ho ho, vi pa ra shata la pa. Yes, hallelujah. ചിലതൊക്കെ വേഗത്തിൽ കിട്ടാൻ പോവുക. ഇസഹാക്കിന്റെ മുമ്പിൽ യാക്കോബ് ഭക്ഷണവുമായിട്ട് വന്ന് നിന്നപ്പോൾ ഇസാക്ക് ചോദിക്കും, ഇത് എത്ര വേഗത്തിൽ ഇവിടെ നിന്ന് കിട്ടി? അപ്പോൾ യാക്കോബ് പറഞ്ഞു, അത് എൻ്റെ യഹോവ വരുത്തി തന്നു.
അതായത് 2-3 ദിവസം കാട്ടിക്കയറി വേട്ടയാടി കൊണ്ടുവരേണ്ട വിഷയം 15 മിനിറ്റിനകത്ത് സംഭവം റെഡിയാക്കി കൊണ്ടുവയ്ക്കുക. നിന്റെ കരങ്ങളിലോട്ട് ചിലതൊക്കെ വേഗത്തിൽ വരാൻ പോകും. ആമേൻ, ആമേൻ. ദൈവം എനിക്ക് വരുത്തി തന്നു. ദൂതന്മാർ എനിക്ക് വേണ്ടി ഇറങ്ങി. എന്റെ ചങ്ങലകൾ പൊട്ടി. ഏഞ്ചൽസിന്റെ സീസൺ ഓപ്പൺ ആക്കുന്നു. ഇന്ന് ആത്മാവിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന സകല ജനത്തിനും, നീ പോകുന്ന എല്ലാ മേഖലകളിലും ഏരിയകളിലും നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഒരു ദൂതൻ ചലിക്കാൻ പോകുന്നു. നീ ദൂതന്മാരെ കാണാൻ പോകുന്നു. നീ ഏഞ്ചൽസിനെ കാണാൻ പോകുന്നു. നീ ഏഞ്ചൽസുമായി സംസാരിക്കാൻ പോകുന്നു. നിന്റെ വിഷയങ്ങളെ, ചങ്ങലക്കിട്ട വിഷയങ്ങളെ ദൂതന്മാർ വെട്ടി ഇളക്കാൻ പോകുന്നു. ചങ്ങലകൾ പൊളിയാൻ പോകുന്നു. നീ പുറത്തു വരാൻ പോകുന്നു. ഏഞ്ചൽസിന്റെ സീസൺ, ഏഞ്ചലിക്കൽ സീസൺ, ഏഞ്ചലിക്കൽ മിനിസ്ട്രി, ഏഞ്ചലിക്കൽ എൻകൗണ്ടർ. ഏഞ്ചൽസ് ആർ മിനിസ്ട്രിങ് ഫോർ യു. ആമേൻ, ജീസസ്. ദൈവസേന, നീ എത്ര പേര് വിശ്വാസമുണ്ട്? അടുത്ത ആഴ്ചത്തെ മെസ്സേജ് കേൾക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭവനത്തിൽ, കുടുംബത്തിൽ, വ്യക്തിപരമായ യാത്രയിൽ എവിടെയൊക്കെ വെച്ച് നിങ്ങൾ ഏഞ്ചൽസുമായി കൂട്ടിമുട്ടാൻ പോവുക. നിങ്ങൾ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ആകും. ആരോ എന്നെ ഫോളോ ചെയ്യുന്നു, ആരോ എന്നെ രക്ഷിക്കുന്നു. വീഴാൻ പോയ എന്നെ ആരോ താങ്ങി പിടിച്ചു. വണ്ടി തട്ടാതെ എന്നെ രക്ഷിച്ചു. എന്നെ ദൈവത്തിന്റെ ദൂതനാണെന്ന് തോന്നുന്നു. എന്റെ അടുത്ത് വന്ന് ഇരുന്നു. രാത്രിയിൽ ഏഞ്ചൽസിനെ ഞാൻ കണ്ടു. പ്രാർത്ഥിച്ചപ്പോൾ ദൈവദൂതനെ വന്ന് തട്ടി. ഓ, ഇന്ന് പല മേഖലകളിൽ ഈ ഒരാഴ്ചക്കകത്ത് കിട്ടാത്ത സമ്പത്ത്, പൈസകളെല്ലാം നിന്റെ കയ്യിൽ കിട്ടി. നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വഴികളും വാതിലുകളെ ആത്മാവ് തുറന്നു. ഓ, ദൂതന്മാർ ഇറങ്ങാൻ പോകുന്നു. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് സ്വർഗീയ ദൂതന്മാർ ഇന്ന് ഫലം നിന്നെ വഹിക്കാൻ പോയ